എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു. ലളിതമായ വാക്കുകൾ കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ വെളിച്ചം തെളിച്ച മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ കൃതികൾ വെറും കഥകളല്ല, ജീവിതത്തിന്റെ മണമുള്ള ഓർമ്മകളും മനുഷ്യസ്നേഹത്തിന്റെ പാഠപുസ്തകങ്ങളുമാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മഹാപ്രതിഭയ്ക്ക് പ്രണാമം. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വെളിച്ചം ഇനിയും തലമുറകളെ വഴി നടത്തട്ടെ. സുൽത്താൻ കഥകൾ പറഞ്ഞൊരു സുൽത്താന്, ഒന്നും ഒന്നും ഇമ്മിണി വല്യും എന്ന് പറഞ്ഞൊരു സുൽത്താന്, എന്ന് പറഞ്ഞൊരു സുൽത്താന്. ബേപ്പൂർ സുൽത്താൻ എന്നൊരു സുൽത്താൻ കഥകൾ പറഞ്ഞൊരു സുൽത്താന്, ഒന്നും ഒന്നും ഇമ്മിണി വല്യും എന്ന് പറഞ്ഞൊരു സുൽത്താന്, എന്ന് പറഞ്ഞൊരു സുൽത്താന്. സ്വന്തം ശൈലിയിൽ എഴുതി തീർത്തൊരു സുൽത്താന്, മലയാളത്തിൻ തിരുമുറ്റത്ത് സുഹൃതം തീർത്തൊരു സുൽത്താന്, സുഹൃതം തീർത്തൊരു സുൽത്താന്. ഒത്തിരി കഥകൾ സ്വന്തം ശൈലിയിൽ എഴുതി തീർത്തൊരു സുൽത്താന്, മലയാളത്തിൻ തിരുമുറ്റത്ത് സുഹൃതം തീർത്തൊരു സുൽത്താന്, സുഹൃതം തീർത്തൊരു സുൽത്താന്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഇതെന്റെ ആട്, ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇവളെല്ലാം കട്ടുന്നത്ര. എന്നാ എനിക്കിതിന് പെരുത്തിഷ്ട. ഈ ആട്ടുംപാല് വിറ്റിട്ട് 5-6 ആള് കഴിയുന്നത്. പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട്, പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട്. തോണിത്തുഴയാണ് തോട്, അത് വീണ പോയതൊരേട്. ആടിന് വല്ലോ കൊടുത്താ വേണ്ടേ? അതിന് കഞ്ഞവെള്ളം കൊടുത്തതാ. ആ, ഇന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്.
താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ